ഹായ് പാർട്ട്നേഴ്സ്, നമുക്ക് കിട്ടിയ ഇൻകം ടാക്സ് അസസ്മെന്റ് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? അത്രയും വലിയ തുക അടയ്ക്കാൻ നാം ബാധ്യസ്ഥരാണോ? ഇതിനെതിരെ എവിടെയാണ് പരാതി നൽകുക? ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. സംശയിക്കാനൊന്നുമില്ല. ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തെറ്റായ ഇൻകം ടാക്സ് അസസ്മെന്റ് കിട്ടിയാൽ അതിനെതിരെ അപ്പീൽ പോകാൻ നമുക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് സാഡ്കയുടെ തീരുമാനങ്ങളിൽ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അതിനെതിരെ പരാതി നൽകാൻ 2 തലത്തിലുള്ള കമ്മിറ്റികളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമുക്ക് അസസ്മെന്റ് നോട്ടീസ് ലഭിച്ച അന്ന് മുതൽ വിത്തിൻ 30 days നമ്മൾ ടാക്സ് ഡിസ്പ്യൂട്ട് ആൻഡ് വയലേഷൻ സെറ്റിൽമെന്റ് കമ്മിറ്റി മുമ്പാകെ പരാതി നൽകണം. ഈ 30 days കഴിഞ്ഞാൽ ആ തീരുമാനം ഫൈനലാകും, പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. സ്റ്റെപ്പ് 2, ഇനി ഈ ഒന്നാമത്തെ കമ്മിറ്റിയുടെ തീരുമാനവും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ആ തീരുമാനം അറിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അടുത്ത ലെവലായ അപ്പീലേറ്റ് കമ്മിറ്റിയിലേക്ക് അപ്പീൽ നൽകാം. ഈ അപ്പീലേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം ഫൈനൽ ആൻഡ് നോൺ അപ്പീലബിൾ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അപ്പീൽ കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ടാക്സ് അടയ്ക്കാതിരിക്കാൻ പറ്റില്ല. അൺകോണ്ടസ്റ്റഡ് ടാക്സ് എമൗണ്ട് അഥവാ തർക്കമില്ലാത്ത ടാക്സ് തുക നമ്മൾ നിർബന്ധമായും അടച്ചിരിക്കണം. തർക്കമുള്ള തുകയുടെ കാര്യം കമ്മിറ്റി തീരുമാനിക്കും. ഇൻകം ടാക്സ് നിയമങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ, റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകിയാൽ എന്ത് ചെയ്യും? എന്തൊക്കെ ഫൈനുകൾ വരും? അടുത്ത വീഡിയോയിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്കുറേറ്റ്.